മിനിമം സ്റ്റൈല് ഇത് പൂശാല നമുക്കിന്ന് ഫ്രൈ ഉണ്ട്. എന്റെ ഹോൾ വീഡിയോ ഇപ്പൊ നിങ്ങൾക്ക് കാണാം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് അത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്ത് പിന്നെ സ്കിന്നില്ലാത്ത ചിക്കനായിട്ട് എടുക്കണേല് പിന്നെ ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ ഒന്ന് കയറി പിടിക്കാനായിട്ടുള്ളത്. നമുക്ക് ബൗളിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ. മഞ്ഞപ്പൊടി, മുളക് പൊടി, നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന്. നമുക്കിനി അത് സൈഡിലേക്ക് വയ്ക്കാം കേട്ടോ. ഇനി അടുത്ത ബാക്കിയുള്ള ചേരുവകൾ റെഡിയാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഉണക്കമുളക്, പെരിഞ്ജീരകം, വളരെ ചെറിയ പീസ് നമ്മുടെ പട്ട, നമുക്ക് വളരെ കുഞ്ഞ പീസ് ജാതിയുടെ പത്രി, തക്കോലം വളരെ കുഞ്ഞത് ഈ കാണുന്ന പോലെ, നമുക്കൊരു 5 പീസ് ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക് മൊത്തമായിട്ടുള്ളത്, അതിനെ ഒന്ന് ചെറുതായിട്ട് നടിച്ചെടുക്കാം കേട്ടോ. പൗഡർ ആവരുത്, ജസ്റ്റ് ഒരു ഫ്ലേക്കി പോലെ കിട്ടണം കേട്ടോ. ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്യാവും കേട്ടോ. നമുക്ക് ഇനി നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ച സ്പൈസസ് ഉണ്ടല്ലോ, അത് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ആ സെയിം ജാറിലേക്ക് നമുക്ക് കുറച്ച് കാന്താരിയാണ് ചേർത്ത് കൊടുക്കാം കേട്ടോ. വളരെ കുറച്ച് മതി, കാരണം ഇഷ്ടം പോലെ മുളകുണ്ട് ഇതിൽ. നമുക്ക് വെളുത്തുള്ളി തോലോട് കൂടി, നമുക്ക് സബോള അങ്ങനെ റഫായിട്ട് കട്ട് ചെയ്തത്, അല്ലെങ്കിൽ ചുവന്നുള്ളി, കറിവേപ്പില കുറച്ച്, നമുക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാം, പക്ഷെ ഇത് അത്യാവശ്യം എരിവുള്ള ചിക്കൻ തന്നെയാണ്. നമ്മുടെ മല്ലിയില ഒരു കൈപിടി, ഇത്ര മിന്റിന്റെ അല്ല, നമ്മുടെ പുതിയനെ, നമുക്കതൊന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. ഇതേപോലെ ക്രഷ് ചെയ്യാവും കേട്ടോ. നമ്മൾ അടിച്ചു വെച്ച പച്ച മസാല ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കമ്പയില നന്നായിട്ട് പേസ്റ്റ് അടിച്ചത് നമുക്ക് ആ ചിക്കനിലേക്ക് ആ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നാരങ്ങ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ പിഴിഞ്ഞത്, കറിവേപ്പില അങ്ങോട്ട് ചേർക്കാം കേട്ടോ. നമുക്ക് കഴിഞ്ഞാൽ നമുക്കത് അങ്ങോട്ട് മസാലയിലേക്ക് മാരിനേറ്റ് ചെയ്യാം കേട്ടോ. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇങ്ങനെ വരഞ്ഞു വെച്ചിട്ടില്ലേ, അതിലേക്ക് ആ സ്പൈസസ് അങ്ങോട്ട് കുത്തി നിറച്ചേക്കണം കേട്ടോ. അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങോട്ട് പോരട്ടെ. നമുക്ക് ചിക്കനൊക്കെ അടിപൊളിയായിട്ട് മസാല ഇട്ടാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് അങ്ങോട്ട് തെളിച്ചു കൊടുക്കാം കേട്ടോ. കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്കിത് 1 മണിക്കൂറോളം വയ്ക്കാം കേട്ടോ.
മാരിനേറ്റ് ചെയ്ത് 2 മണിക്കൂറാണ് നല്ലത്. എത്രത്തോളം കൂടുതൽ നേരം വെക്കണോ അത്രയ്ക്കും നല്ലത്. അതൊക്കെ മസാല കൊണ്ട് പിടിച്ച് കഴിയുമ്പോൾ അത് ടേസ്റ്റ് വരും. നമുക്ക് ചിക്കൻ വറക്കാനായിട്ട് ഇതേപോലെ ഒരു പാത്രം വെക്കാം കേട്ടോ. മീഡിയം ചൂടിൽ നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ വെളിച്ചെണ്ണയാണ് നല്ലത്. അപ്പോഴാണ് അതിൻ്റെ ശരിക്കും ടേസ്റ്റ് പുറത്തേക്ക് വരുള്ളൂ. എണ്ണയ്ക്ക് ചേർക്കുന്നതിന് മുന്നേ അതിൻ്റെ മുകളിലുള്ള സ്പൈസസ് ഒക്കെ ഇങ്ങനെ ചുരണ്ടി അങ്ങോട്ട് കളഞ്ഞേക്കും കേട്ടോ. പിന്നെ പറഞ്ഞു തരാം എന്താ ഞാൻ അർത്ഥം നടക്കാൻ പോകുന്നത്. ചുരണ്ടി കളഞ്ഞിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ കേട്ടോ. നമ്മുടെ ഓയിൽ നന്നായി ചൂടായിട്ട് കേട്ടോ. നമ്മുടെ മസാല ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, കളയല്ലേ, ആവശ്യമുണ്ട്. പിന്നെ അതിൻ്റെ ഹൈലൈറ്റ് ഞാൻ ചിക്കൻ ഓയിലിലേക്ക് ചേർക്കാം കേട്ടോ. ഓയിലിട്ട് ഫ്രൈ ചെയ്ത് ഇങ്ങനെ എടുക്കാം. വായല് വെള്ളൂറുണ്ടോ? എനിക്ക് ഊറുണ്ട്, കാരണം എൻ്റെ സ്മെല്ലടിച്ച് കഴിയുമ്പോൾ. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് ഫ്ലിപ്പ് ചെയ്യാം നമുക്ക്. നമ്മുടെ ചിക്കൻ ഒരു 75% കുക്കായി കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനം അത് ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടെ. ആ മസാല എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തോട്ടെ. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ മസാലയും ചിക്കനും എല്ലാം കൂടി നമുക്ക് പുറത്തേക്ക് എടുക്കാം കേട്ടോ. അതിൻ്റെ മസാല കളയല്ലേ, അതിൻ്റെ ഹൈലൈറ്റ് കണ്ടോ. മറക്കല്ലേ കേട്ടോ. ആ സ്പൈസസ് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി, നമ്മുടെ വെളുത്തുള്ളിയും മുളകൊക്കെ അടിച്ചില്ലേ, അവനെ കോരാനായിട്ട് കേട്ടോ. ഒന്നാണ് അതിൻ്റെ ഹൈലൈറ്റ്. സ്മെല്ലൊക്കെ അടിച്ചാണ്ടല്ലോ ഞാൻ പൊളിച്ചു. എന്റെ കാലന്നെ ഞാൻ പിടിച്ചേക്കാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കല്ലേ. എന്ത് ജ്യൂസിയാന്നുള്ള ഉള്ളില്. ആ പുറത്തൊരു ഇച്ചിരി ക്രിസ്പ് എന്ന് പറയാനില്ല, അത്ര ജ്യൂസിയാണ് ചിക്കൻ. പിന്നെ അതിന്റെ മസാല മസാല കിടുവോ? മസാല സൂടും. ഞാൻ ആഗ്രഹിക്കുന്നു ഒരു ചപ്പാത്തി പൊറോട്ട ഉണ്ടെങ്കിലുണ്ടല്ലോ ടിപ്പനായനെ. അപ്പൊ ഇത് തിന്നണ്ടേ, ആസ്വദിച്ച് എന്നെ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ, ഒന്ന് കമന്റ് ചെയ്തോളൂ. എൻ്റെ അടുത്ത് പറഞ്ഞോളൂ എങ്ങനെയുണ്ടെന്ന്. നിങ്ങളുടെ ഓരോ കമന്റ്സ് അല്ലേ എൻ്റെ പ്രചോദനം. നല്ല പുതിയ പുതിയ വീഡിയോകളായിട്ട് ചെയ്യാനുള്ള ഒരു ഉന്മേഷവും ഒരു ഇതും വരുള്ളൂ. അപ്പൊ ബൈ. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും.